അതിവിടെ മാത്രമുള്ള പ്രതിഭാസമല്ല, ആഗോളപരമായിട്ട് എല്ലായിടത്തും ഉള്ളൊരിതാണ്. അത്രയ്ക്കേറെ കുട്ടികൾ മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ പലപ്പോഴും നമ്മൾ പല സംഘർഷങ്ങൾ ഉണ്ടായിട്ട് ഞാൻ വഴക്കിട്ടൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണ്ടോ? പക്ഷെ എനിക്ക് നല്ല ഉറപ്പാണ്, വഴക്കിട്ട് പോയി സ്റ്റാഫ് റൂമിൽ ചെന്നിരുന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് ഒരു 4-5 റെപ്രസെന്റേറ്റീവ്സ് മാപ്പ് പറഞ്ഞുകൊണ്ട് വരുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. വരുമ്പോഴും കരഞ്ഞൊക്കെ പോയിട്ടുണ്ട്. കരഞ്ഞൊക്കെ പോയാലും നിങ്ങൾക്ക് പിന്നെ ഭയങ്കര വിഷമവും നിങ്ങൾ വരുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് നിന്ന് നമ്മളങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫ് റൂമിൽ ചെന്ന് അവിടെ ഇരിക്കുവാണ്. പിന്നെ നമ്മൾ തന്നെ ചമ്മി അടുത്ത ദിവസം നമ്മൾ സ്വയം ക്ലാസ്സിലേക്ക് തിരിച്ചു വരണം. അതാണ് അന്ന് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളോട് ഞാൻ പല പല കാരണങ്ങളല്ലേ, നിങ്ങൾ എന്നോട് എനിക്ക് ഓർക്കണ്ട് ഷപ്പിനെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഗ്രൗണ്ടിലൊക്കെ പറയാതെ കളിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നം, ഭയങ്കര ചിരി വരണ്ട. കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയതിൽ അന്ന് നിങ്ങൾ കാണിച്ചതൊന്നും ഒന്നുമല്ല. ഓരോ വർഷം കഴിയുമ്പോഴും ഞങ്ങൾ എന്നും ഈ ബാച്ചിലെ കുട്ടികളാണ് ഏറ്റവും പ്രശ്നക്കാരെന്നായിരുന്നു. അപ്പൊ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾ നല്ലതാവും ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഞങ്ങൾ 3 പേരും വളരെ ഫ്രാങ്ക് ആയിട്ട് പറയണമെങ്കിൽ ഞങ്ങൾ സത്യത്തിൽ ഒരു താല്പര്യമില്ലാതെയാണ് ഈ നോക്കുന്നത്. അത് വാസ്തവം പറയാമല്ലോ. കാരണം ഞാൻ പറയുകയും ചെയ്തു, കുറേ ദിവസത്തെ മഴ കഴിഞ്ഞിട്ട് അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞിരിക്കണം. അമ്മമാരൊക്കെ ഇപ്പോൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, തുണികൾ ഉണക്കാനും ഇരിക്കാനും അലക്കാനും ഒക്കെ ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഏതായാലും വിളിച്ചതല്ലേ പോയേക്കാം. പക്ഷെ ഇവിടെ വന്ന് ഇതിൻ്റെ കൂടെ ഞങ്ങൾ തമ്മിൽ 3 പേരും പരസ്പരം പറയുന്നു, നമ്മൾ മനസ്സോടെയാണ് വന്നതെങ്കിലും ഇവിടെ വന്നപ്പോൾ ആ ഒരു വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു സന്തോഷം തന്നെയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പലരും ലേഡീസ് ആണെങ്കിലും ചിലരൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ മനസ്സിലൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച് അതല്ല, ഒരു പക്ഷേ നമ്മുടെ ഭർത്താവ് നമുക്ക് ഒരുപാട് പൈസ തരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് കുടുംബസുഖങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടേതായ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ചിട്ട് വേണം പോകാൻ. അതിനെന്തെങ്കിലും ചെറിയ ചെറിയ സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ എല്ലാവരോടും ലേഡീസ് കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയുന്നത്, വീട്ടിലെ അടുക്കള പണി എന്ന് പറയുന്നത് ഒരു കൂലിയും ഇല്ലാത്ത, ഒരു വിലയില്ലാത്തൊരു പണിയായിരുന്നു. നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങനെ കഷ്ടപ്പെടും. അവസാനം നമുക്ക് ജോലി എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ മുന്നിലേക്ക് തള്ളപ്പെടും. എപ്പോഴും അല്പം എല്ലാവരും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സ്വന്തം കാര്യം നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച്, ഞങ്ങളൊക്കെ ഏതാണ്ട് ആ ഒരു പൊസിഷനിലാണ്, മക്കളെയൊക്കെ പഠിപ്പിച്ച് അത്യാവശ്യം അവർ സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയാലെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അതെല്ലാവർക്കും എനിക്ക് തരാനുള്ളൊരു ഉപദേശമാണ്. കാരണം വയസ്സാങ്കാലം ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ആവുന്നവരെ മക്കളെ കുടുംബം കെട്ടി നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പക്ഷികളാണെങ്കിലും അവർ പറക്കമുറ്റാതെ ആവുമ്പോഴേക്കും അവരവരുടേതായ രീതിയിൽ അവരുടെ ഇപ്പോൾ നമുക്കൊരു കാക്കയുടെ അച്ഛനും അമ്മയും അവരെ നോക്കണ്ടോ? ഇല്ല, അവരവരുടേതായ സെൽഫ് സ്റ്റാൻഡിങ് കഴിഞ്ഞാൽ ഞങ്ങൾ വിടും. അതുപോലെ തന്നെ നിങ്ങളും കുറച്ചും കൂടി കഴിഞ്ഞാൽ, നിങ്ങൾ അതിനുള്ളൊരു സ്റ്റേജ് ആയിട്ടില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ്, അവരെ അത്യാവശ്യം നല്ല രീതിയിൽ അവരെപ്പോഴും നമ്മളെ സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കാനായിട്ട് ഒന്ന് ട്രെയിൻ ചെയ്യാം. എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വന്തം ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അവർ വിഷമങ്ങൾ അറിഞ്ഞ് കഷ്ടപ്പെട്ട് തന്നെ വളരണം. നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് ചില അച്ഛനമ്മമാർ പറയണ കേട്ടിട്ടുണ്ട്, നമുക്ക് ആ ചെറുപ്പത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല, നമ്മുടെ മക്കൾ ആ കുറവറിഞ്ഞിരുന്നെത്തി വാരിക്കോരി ചെയ്യും, നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊക്കെ എനിക്കൊക്കെ ഞാൻ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചോദിച്ച് നാണം കെട്ട് കരഞ്ഞു പിടിച്ച് എനിക്ക് തന്നിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കണ്ട, 6ാം ക്ലാസ് പഠിച്ചപ്പോൾ എല്ലാ കുട്ടികളും പാദസരം ഇടുന്ന കണ്ടപ്പോൾ എനിക്കൊരു പാദസരം മേടിച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, മേടിച്ച് തന്നില്ല. അത് കഴിഞ്ഞ് കല്യാണത്തിന് സ്വർണ്ണ പാദസരം മേടിച്ചു തരും. പക്ഷെ എനിക്കത് ഇടണമെന്ന് തോന്നിയില്ല ശരിക്കും, ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ നമ്മുടെ മനസ്സിലൊരിതാണ്. നമ്മൾ ഞാൻ എൻ്റെ മകനെയും അങ്ങനെ തന്നെയൊക്കെയാണ് വളർന്നത്. ചോദിച്ചതൊന്നും എൻ്റെ ഹസ്ബൻഡ് പക്ഷേ കുറേ ലിബറലായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ എല്ലാത്തിനൊന്നും മേടിച്ചു കൊടുക്കില്ലായിരുന്നു.
അപ്പം എന്നോട് പറയും അമ്മ പിശുക്കിൻ്റെ കൂടായിരുന്നു, അങ്ങനെയാണ് എന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം അവനറിയാം. ഇപ്പം അവന് ബിടെക് കഴിഞ്ഞതിന് ശേഷം MSc ചെയ്യുകയാണ് ജർമ്മനിയിൽ. അവൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ അവനറിയാം. ഓരോ കാര്യങ്ങളും ഒരു 2-3 കടയിൽ പോയി വിലയൊക്കെ ചോദിച്ച് കുറഞ്ഞ വിലക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാം തൊഴിലാണെങ്കിലും ശരിയല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോഴാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം. ഞാനൊരു സീനിയർ ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയണം, നമ്മുടെ മക്കളെന്നുള്ള രീതിയിൽ പറയണം. പിന്നെ നിങ്ങൾ അവരൊരു പറക്കപ്പെട്ടാണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം. നമ്മളെന്നും എല്ലാവർക്കും ഒരുപാട് പൈസയൊന്നും ഉണ്ടാവില്ല, പക്ഷേ എല്ലാവർക്കും സ്വന്തമായിട്ട് ചെറുതായിട്ടെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാകും. അതിൽ നിന്നുള്ള പൈസയിൽ ഒരു ഭാഗം നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും അല്ലെങ്കിൽ കുട്ടികളും ഒക്കെ ആയിട്ടൊന്ന് പുറത്ത് പോകാനും, അതിനൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ഇത്രയും ഏജ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളതിനൊക്കെ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കണം. എന്നും ഈ ജോലി എടുത്ത് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. ആ കിട്ടുന്നതിൽ നിന്ന് ഒരു ഭാഗം നമ്മുടെ ഒരു സന്തോഷത്തിന് കൂടി വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. എന്നോട് ശ്രീജ പറയുന്നത്, ടീച്ചറിന് ഇനിയിപ്പോൾ റിട്ടയർഡ് ആയി, ടീച്ചർക്ക് രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഞാനവിടെ എമിഗ്രേഷനിൽ ഉണ്ടാവും, കാണാം നമുക്ക് എയർപോർട്ടിൽ. അപ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ ആ ശ്രീജ പറഞ്ഞത് അവൾ ഒരു ദിവസം എന്നെ നമ്മൾ ജംഗ്ഷനിൽ വെച്ച് നിന്നപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ ഓടി വന്ന് ടീച്ചറെ എന്ന് വിളിച്ചുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് എവിടെ ചെന്നാലും ഇവിടെ നമ്മുടെ ഈ കൂട്ടത്തിലുള്ളവർ ഇത് കഴിഞ്ഞ് പഠിപ്പിച്ച കുട്ടികളാണെങ്കിലും ഞാനൊരു പ്രാവശ്യം നമ്മുടെ ഫോർട്ട് കൊച്ചി താലൂക്ക് ഓഫീസിൽ പോയപ്പോൾ 4 സ്ഥലത്തു നിന്ന് ഓരോ ഡയറക്ഷനും ഓരോരുത്തരും ഓടി വന്നു ടീച്ചറെ, നമ്മുടെ എംപ്ലോയീസാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് വലിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർക്കിടയിലും പുള്ളിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പഠിപ്പിച്ച് വിട്ട കുട്ടികളും അതേപടി പോകും, അവരെവിടെയെങ്കിലും കണ്ടാലും മൈൻഡ് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അങ്ങനെയല്ല. എവിടെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിലും മുമ്പത്തെ കുട്ടികൾ, ഇപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികൾ കഴിഞ്ഞ വർഷം പോയവരെ നമ്മളെ കണ്ട പാവം നടിക്കില്ല ഉള്ള വാസ്തവം പറയാം. അവരെ കുറ്റമായിട്ട് പറയണില്ല, അവർക്ക് ഒരുപാട് ചേഞ്ചസ് തോന്നുന്നുണ്ട്. അവരുടെ കൾച്ചർ ഞങ്ങൾക്ക് ഒരുപാട് മാറി. ഇതിന് മുമ്പൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ബാച്ചൊക്കെ കഴിഞ്ഞുള്ളൊരു ബാച്ച്. അതിൽ ഓരോരുത്തരും ഇങ്ങനെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞപ്പം ടീച്ചർ എന്നോട് ചെയ്തത് എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഭയങ്കര ശിക്ഷകൾ കൊടുക്കുന്ന ഒരു ടീച്ചറായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എനിക്കറിയില്ല അടിക്കലും ചെയ്യുമായിരുന്നു. ഇല്ല, അവർ പറഞ്ഞു ടീച്ചർ ഒരു ദിവസം എനിക്ക് പരീക്ഷാ പേപ്പർ കൊടുക്കുകയാണ്. അതിൽ അന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. പരീക്ഷാ പേപ്പർ കൊടുത്തപ്പോൾ ഒരുത്തിക്ക് 0 ആയിരുന്നു. അവളുടെ പേപ്പർ ഞാൻ കൊടുത്തില്ല. എല്ലാവർക്കും പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു ടീച്ചർ എൻ്റെ പേപ്പർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ പേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ട് അവളെ ആ പേപ്പർ കൊടുത്തിട്ട് ബെഞ്ചിൻ്റെ മുകളിലേക്ക് വെച്ച് നിർത്തി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഓരോ കുട്ടികളും ഞാൻ അടിക്കുമായിരുന്നു, പുറത്തിറക്കി നിർത്തുമായിരുന്നു. പക്ഷേ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 25 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഒരു കുട്ടിയെ വെറുതെ കറുത്തൊരു വാക്കുമ്പോൾ പറയാത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറും. നമുക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല. നമ്മൾ അധ്യാപകരെന്ന നിലയിൽ നമ്മളിവിടെ വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു. അല്ലാതെ അതിനപ്പുറത്ത് മാനസികമായിട്ടൊരു അടുപ്പമോ വഴക്ക് പറയാനുള്ള അധികാരമോ ഒന്നും നമുക്കുണ്ടായില്ല. പണ്ടത്തെ കുട്ടികൾ നമുക്ക് എന്ത് വേണം ചെയ്യാം. അവരുടെ പാരൻസ് പറയും അടിച്ചോ ടീച്ചറെ എന്ന് പറയും അല്ലേ? അങ്ങനെയായിരുന്നു. നിങ്ങളുടെ ആരുടെയും പാരൻസ് ഞങ്ങളോട് എന്തുകൊണ്ട് എൻ്റെ കുട്ടിയെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് ചോദിച്ചു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സിറ്റുവേഷൻസ്. ഇപ്പോൾ അങ്ങനെ കുറേ കാലം ആ വടി മാറ്റി വെച്ചിട്ട് ഇപ്പോൾ സർക്കാർ പറയുന്നതിന് കോടതി പറയുന്നതിന് വടി എടുത്തോ എന്ന് പറഞ്ഞാൽ അതിനൊന്നും നിൽക്കുന്ന കുട്ടികളല്ല അല്ലേ? ഇപ്പോൾ അതൊന്നും നടക്കില്ല. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു, അധ്യാപന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ജനറേഷനെ നമ്മൾ ഒന്ന് ഒതുക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഒരുപാട് ട്രാൻസ്ഫോംഡ് ആവണം, ഒരുപാട്. പക്ഷേ ഞങ്ങളെല്ലാം പഴയ ആളുകളാണ്, ശ്രമിച്ചാലും എത്രത്തോളം അത് വിജയിക്കുന്ന അറിയില്ല. ഞാൻ ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരുപാട് മാറണം, എങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മുടെ ഇതിനേക്കാൾ കൺട്രോളിൽ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള ടീച്ചേഴ്സ് ഇനി അതിനനുസരിച്ചൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല ഇതുണ്ടാക്കുകയും ഞാൻ ഏതായാലും ഇതിൽ രക്ഷപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ എനിക്കങ്ങനെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും വെറുതെ ഇരിക്കണം എന്നൊരാഗ്രഹമില്ല. അതുകൊണ്ട് അത്യാവശ്യം ഒരു കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിൻ്റെ പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ട്. നിങ്ങളും അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ടത് അധ്യാപനത്തെക്കാൾ ഉപരി അവർക്കൊരു ഗൈഡൻസാണ്. അവർ ഭാവിയിലേക്ക് എങ്ങനെ പോകണം, എന്ത് പഠിക്കണം, ഏത് രീതിയിൽ അതിനുള്ള ഇത് കിട്ടണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പോലും ഒരു അധ്യാപകർക്കും അതിനെക്കുറിച്ചൊരു വലിയ ധാരണയില്ല, കുട്ടികൾക്കും ഇല്ല.
12ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നത് വരെ ഒരു കുട്ടി പോലും ചിന്തിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം. ശരിക്കും ചെറിയൊരു ക്ലാസ്സിൽ 8, 9, 10 നിങ്ങളുടെ മക്കളെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിൽ അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ താല്പര്യം എന്താണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അവർക്ക് ഭാവിയിലും അതിനനുസരിച്ച് അവരെ ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി എൻജോയ് ചെയ്യണം അല്ലേ, എങ്കിൽ മാത്രമേ അതുകൊണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഞാനൊക്കെ ആ ടീച്ചിങ് പ്രൊഫഷൻ ആദ്യം അങ്ങനെ തന്നെയാണ് കൊണ്ട് നടന്നത്. അവസാനമായപ്പോൾ നമ്മൾ നിസ്സഹായരായി പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ മക്കളെയാണെങ്കിലും നല്ല നിങ്ങൾ ശരിക്കും രക്ഷകർത്താക്കൾ എന്നുള്ളൊരു റോളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ നല്ല കുടുംബം, സന്തോഷമുള്ളൊരു കുടുംബം, അത് കുറച്ച് കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കുറച്ച് പണം വ്യക്തി നിങ്ങൾ മക്കൾക്കും വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി മാറ്റി വെച്ച് നല്ല സന്തോഷം. ഇപ്പോൾ മാരീഡ് അല്ലാത്തവരുണ്ട്, അവർക്കും ശരിക്കും അതിനെക്കുറിച്ചൊന്നും വിചാരിക്കേണ്ട. നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ ലോകം എന്ന് പറയുന്നത് ഒരുപാട് വിശാലമാണ്. ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ടുള്ളവർക്കുണ്ട് പല രാജ്യങ്ങൾ കണ്ട് പല സംസ്കാരങ്ങൾ കണ്ട് എല്ലാവർക്കും എല്ലാം പറ്റില്ലെങ്കിലും നമ്മുടെ കേരളം തന്നെ കാണാമല്ലോ അല്ലേ. ഈ പുത്തമ്പേലിക്കര ഗ്രാമത്തിനപ്പുറം കുറേ ലോകമുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ സന്തോഷമായിട്ട് ഈ ചിരിക്കുന്ന മുഖം എപ്പോഴും കാണണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഏതായാലും ഇന്ന് വന്നതിൽ ഭയങ്കര സന്തോഷം. വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമാകുമായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.